നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. 2026 ലോകകപ്പ് ഫുട്ബോളിനുള്ള യോഗ്യത സ്വന്തമാക്കി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. യുറുഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിൽ കലാശിച്ചതോടെയാണ് അർജന്റീന യോഗ്യത നേടിയത്. ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്നും യോഗ്യത നേടുന്ന ആദ്യ സംഘം. യോഗ്യത റൌണ്ടിലൂടെ ലോകകപ്പിന് എത്തുന്ന രണ്ടാമത്തെ സംഘമാണ് അർജന്റീന. ജപ്പാൻ നേരത്തെ യോഗ്യത ഉറപ്പിച്ചിരുന്നു. SSLC +2 പരീക്ഷകൾക്ക് ഇന്ന് സമാപനം. ചോദ്യപേപ്പറിലെ അക്ഷരതെറ്റുകളും വിദ്യാർത്ഥികൾ തമ്മിൽ ചിലയിടങ്ങളിലുണ്ടായ സംഘർഷവും മാറ്റി നിർത്തിയാൽ വിവാദങ്ങൾ കുറവായിരുന്നു ഇക്കൊല്ലം. സംഘർഷ സാധ്യതകളുടെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ അതിരുവിട്ട ആഹ്ലാദ പ്രകടനം പാടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം സർക്കാർ നേരിട്ട് നടപ്പാക്കും. യോഗ്യരായവരെ കണ്ടെത്തുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമിതി രൂപീകരിച്ചു. 3% ഭിന്നശേഷി നിയമനമാണ് സർക്കാർ നേരിട്ട് നടപ്പാക്കുക. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും സംസ്ഥാനതല സമിതിയുടെ ചെയർമാൻ. സംസ്ഥാനതല സമിതി നിയമനം സംബന്ധിച്ച് അവലോകനം നടത്തും. യോഗ്യരായവരെ കണ്ടെത്തുക ജില്ലാതല സമിതികളായിരിക്കും. ജില്ലാതല സമിതികൾ ഉദ്യോഗാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി നിയമനത്തിന് ശുപാർശ ചെയ്യും. കമ്മിറ്റി കണ്ടെത്തുന്നവരെ നിയമിക്കുവാൻ മാനേജർക്ക് ബാധ്യതയുണ്ട്. യോഗ്യരായ ആളുകളെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് മാനേജ്മെന്റുകൾ നിയമനം വൈകിപ്പിച്ചിരുന്നു. അതിർത്തി കടന്നുള്ള സഹകരണം ചർച്ച ചെയ്ത് ഇന്ത്യയും ചൈനയും. കൈലാസ്, മാനസ സരോവർ തീർത്ഥാടനം എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇതിനായി നയതന്ത്ര സൈനിക സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിൽ ആക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. ബീജിംഗിൽ ചേർന്ന യോഗത്തിലാണ് ചർച്ചകൾ നടന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരായ പ്രതികളെ വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവത്തിലാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടെ നടപടി. പരാതിക്കാരായ സുരക്ഷാ ജീവനക്കാർ മൊഴി മാറ്റിയതും തിരിച്ചടിയായി. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 7 പേരായിരുന്നു പ്രതികൾ. 2022 കേസിനാസ്പദമായ സംഭവം നടന്നത്. പാകിസ്ഥാനിലെ കലാട്ടിൽ നടന്ന IED ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA ഏറ്റെടുത്തു. ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ 5 സൈനികർ കൊല്ലപ്പെട്ടു. കലാട്ടിലെ ഹർബോയ് പ്രദേശത്താണ് ആക്രമണം നടന്നത്. പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ അടുത്തിടെ നടന്ന ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ നൽകി വക്താവ് സീന്ദ് ബലോച്ചിനെ ഉദ്ധരിച്ച് BLA ഒരു പ്രസ്താവന പുറത്തിറക്കി. ചൊവ്വാഴ്ച പാകിസ്ഥാൻ ആർമി വാഹന വ്യൂഹത്തിലെ ഒരു വാഹനം റിമോട്ട് കൺട്രോൾ ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തു ഉപയോഗിച്ച് ആക്രമിച്ചതായി BLA അവകാശപ്പെട്ടു. കർണാടകയിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം നൽകുന്നതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തുവെന്ന് BJPയുടെ ആരോപണങ്ങൾ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ചൊവ്വാഴ്ച തള്ളിക്കളഞ്ഞു. അത്തരം അവകാശവാദങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ താൻ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവിന്റെ രാജി ആവശ്യപ്പെട്ട് BJP ചൊവ്വാഴ്ച സംസ്ഥാനത്തുടനീളം
പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇസ്രയേൽ ആക്രമണം തുടരുന്ന ഗസയിൽ ഹമാസിനെതിരെ വൻ പ്രതിഷേധം. അധികാരത്തിൽ നിന്നും ഹമാസിന് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗസയിൽ നടന്ന ഏറ്റവും വലിയ ഹമാസ് വിരുദ്ധ പ്രതിഷേധത്തിൽ 100 ആളുകളാണ് പങ്കെടുത്തത്. ഹമാസ് പ്രതിഷേധക്കാരെ ബലമായി പിരിച്ചുവിടുകയും പലരെയും ആക്രമിക്കുകയും ചെയ്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.